നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ വ്യാപകമായിട്ട് പ്രചരിച്ചൊരു കഥയാണ്. ഇംഗ്ലീഷ് ടീം വയാഗ്ര അടിച്ചിട്ടാണ് ഈ കളിയിൽ മെക്സിക്കോയെ നേരിടാൻ പോകുന്നത് എന്ന്. അതൊരു പക്ഷേ ഒരു കൃത്യമായ സോഴ്സിൽ നിന്നും വന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാർത്ത വിട്ടതാണ്. പക്ഷേ ഇവിടെ പലരും അതങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നിപ്പോൾ കോച്ച് തോമസ് തുഷെൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വയാഗ്ര എന്താണെന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, എസ്റ്റാഡിയോ ആസ്തെക്കയിലാണ് മത്സരം. മെക്സിക്കോ സിറ്റിയിലെ സ്റ്റേഡിയം. അവിടെയാണ് മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിൽ നാളെ പുലർച്ചെ 5:30 ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 7350 അടി ഉയരത്തിലാണ് ഫ്രം സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 7350 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് താരങ്ങൾക്ക് സാധാരണ പരിചയമില്ലാത്തൊരു ആൾട്ടിറ്റ്യൂഡാണ്. കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അവിടെ കളിച്ച് പരിചയമില്ലാത്തവർക്ക്. നമുക്കറിയാലോ, നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പലപ്പോഴും ലാറ്റിൻ അമേരിക്കയിലൊക്കെ കളി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ബൊളീവിയൻ മലനിരകളിൽ ലാപ്പാസിൽ പോയിട്ട് കളിക്കുന്നത്, ഇക്വഡോറിലെ മലനിരകളിൽ പോയി കളിക്കുന്നതൊക്കെ, ബ്രസീലിനും അർജൻറ്റീനയ്ക്കും ഒക്കെ ശ്വാസതടസ്സവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അത്ര ഉയരത്തിലൊന്നും അല്ലെങ്കിലും ഇംഗ്ലീഷുകാർക്ക് ഇവിടെ ഇങ്ങനെ കളിച്ച് പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് തുഷൽ തന്നെ പറഞ്ഞിരുന്നു, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒരു പ്രശ്നമാണ് എന്ന്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് ഈ രൂപത്തിൽ വയാഗ്ര ഉപയോഗിച്ചിട്ടാണ് താരങ്ങൾ ഇറങ്ങുന്നത് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തിന് ഈ വയാഗ്ര ഇപ്പം അതെന്തിനാണ് ഉപയോഗിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെന്തിനാണ് കളിക്കാരിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് 2006 നടന്നൊരു സ്റ്റഡി ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ളത് ഈ വയാഗ്ര സിഗ്നിഫിക്കൻ്റ്ലി നമ്മുടെ കാർഡിയോ വാസ്കുലർ ആൻഡ് എക്സസൈസ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. ഇത് സൈക്ലിസ്റ്റുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇത് ഉപയോഗിച്ച് ട്രെയിനിങ് നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മറികടന്നുകൊണ്ട് ടീമിന് നല്ല എനർജറ്റിക്കലി പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കഥ പടച്ചു വിട്ടവർ ഇങ്ങനെ പ്രചരിപ്പിച്ചത്. അപ്പോൾ അതിനെതിരെയാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്നിപ്പോൾ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദി ഇൻഫോർമേഷൻ സപ്പോർട്ട് ഇറ്റ് ഡിഡിൻ റീച്ച് മീ, സോ ദാറ്റ്സ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ഈ വന്നിട്ടുള്ള വിവരം അത് എന്നിലേക്ക് എത്തിയിട്ടില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ വയാഗ്രയുമായി ബന്ധപ്പെട്ടുള്ളത്. സോ ഇതൊരു ശരിയായിട്ടുള്ള കഥയല്ല, കള്ളക്കഥ ആരോ പ്രചരിപ്പിച്ചതാണ് എന്ന് തന്നെ കോച്ച് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ടീമിൻ്റെ കാര്യത്തിൽ ഇപ്പം അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം ജാറലിൻ്റെ കാര്യമാണ്. അതായത് ജാറൽ ക്വൻസയുടെ കാര്യം. അദ്ദേഹം ഓക്കെയാണ്. യു സോ ദാറ്റ് ജാറൽ ട്രെയിൻഡ് ഫുള്ളി ആൻഡ് ഈസ് ഫുള്ളി അവൈലബിൾ എന്ന് തന്നെ ഇപ്പോൾ ജാറൽ ക്വൻസയുടെ കാര്യത്തിൽ കോച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റീസ് ക്യാൻ മേ ബി മേക്ക് ഇറ്റ് ഓൺ ടു ദി ബെഞ്ച്. ഹി നീഡ്സ് എ ലാസ്റ്റ് അസസ്മെൻറ്റ് ഫ്രം ദി ഡോക്ടേഴ്സ് ആൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഇഫ് ദിസ് മേക്ക് സെൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അതാണ് റീസിൻ്റെ കാര്യത്തിലുള്ള വിവരം. മാക്സിമം അദ്ദേഹം ബെഞ്ചിൽ എത്തിയേക്കാം, സ്റ്റാർട്ടിംഗ് ലൈനപ്പിലൊന്നും എന്തായാലും അദ്ദേഹത്തെ പ്രതീക്ഷിക്കേണ്ട എന്നുകൂടി കോച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോരാട്ടമാണ്. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡും അവിടുത്തെ എൻവയോൺമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇംഗ്ലണ്ടിനെതിരാണ്. അത്തരം പ്രതികൂല സാഹചര്യങ്ങളെ കൂടി മറികടന്നുകൊണ്ട് മെക്സിക്കോ എന്ന മികച്ചൊരു ടീമിനെ ഇംഗ്ലണ്ട് ഇന്ന് പരാജയപ്പെടുത്തുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.